പേരെന്താ? ഏത് പള്ളിന്നാ? CSC തെങ്ങളക്കുഴി. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? അനുജ ജസ്റ്റ്. ഏത് സഭയിൽ എന്താ? ചെങ്കോട്ടാണ്. ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. പ്രതീക്ഷിച്ചതിനും അധികം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് എല്ലാവരെയും കേട്ടത്. പിന്നെ ജിനു അച്ഛനുള്ളത് പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു പ്രോഗ്രാം. ജിനു അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം പറയാവോ? ജിനു അച്ഛൻ സെൽഫ് ലവിനെ കുറിച്ചാണ് സംസാരിച്ചത്. സ്വയം ഇഷ്ടപ്പെടുക, അത് ശരിക്കും ഇപ്പം അച്ഛൻ പറഞ്ഞ് നമ്മളെ യുവതലമുറയ്ക്ക് അതാണ് ഇല്ലാത്തത്, ഇപ്പോഴത്തെ കാലത്ത് അതാണ് ഇല്ലാത്തത്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. ഏറ്റവും ആപ്റ്റായിട്ട് ഇന്നത്തെ ദിവസം, ഇന്ന് യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് ആയിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ടോപ്പിക് തന്നെ അച്ഛൻ സംസാരിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരും യൂത്ത് കടന്നു വന്നവരെന്തായാലും വെറുതെ പോകേണ്ടി വന്നവരല്ല, വെറുതെ പോകേണ്ടി വന്നിട്ടില്ല അവർക്ക് എന്തായാലും, അത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കേട്ട കാര്യങ്ങളൊക്കെ സഭയിൽ ഉള്ള മറ്റു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കത്തില്ലേ? ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഏകദേശം കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും സെൽഫ് ലവിനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞാൽ അതെ, സംസാരിക്കുക ഉറപ്പായിട്ടും. ഇന്ന് നമുക്ക് ലക്ഷ്യത്തിനൊക്കെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം എപ്പോഴും ഉണ്ടാവണമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവത്തില്ല ഇന്ന് ഇവിടെ നിന്ന് തീരുമാനിച്ചിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞല്ലോ, എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ വിദേശത്ത് പോയി എല്ലാം സെറ്റിലായി പഠിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പപ്പേൻ്റെ അമ്മേനെയും ജോലി ചെയ്യാതെ മീൻസ് സേഫാക്കി നിർത്തണം. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഏറ്റവും വലിയ ഗോളെന്ന് പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. എന്തായാലും മനുഷ്യരാണ് ഗോൾ ഏറ്റവും. ഇന്ന് പലരും സംസാരിച്ചാൽ അവർക്ക് ആർക്കും ലക്ഷ്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. ഇന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിൻ്റെ ഒരു ലക്ഷ്യം വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഇന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് ഉറപ്പാണ്, ഞാനും അതിനുവേണ്ടി പ്രയത്നിക്കും. എനിക്കും ഒരു ലക്ഷ്യമുണ്ട്, ഈ പറഞ്ഞത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കും. എന്തായാലും മോളുടെ ലക്ഷ്യം ദൈവം പൂർത്തീകരിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുവാണ്. ഒരുപാട് നന്ദി.